ഹലോ ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു മീറ്റപ്പിന് പോവാണേ. അപ്പോൾ അത് ഞങ്ങൾ ഒരുങ്ങുക. അപ്പോൾ പ്ലസ് ടുവിന് എൻ്റെ കൂടെ പഠിച്ച 2-3 കൂട്ടുകാരെ കാണാനായിട്ട് പോവാം. അപ്പോൾ ഞങ്ങൾ 6-7 മാസമൊക്കെ കൂടുമ്പോൾ ഇതുപോലെ ആരുടെയെങ്കിലും വീട്ടിലൊന്ന് കൂടാറുണ്ട്. അപ്പം ഞങ്ങൾ ഒരു 6-7 മാസം മുന്നേ ഇതുപോലെ കൂടിയായിരുന്നു. അപ്പോൾ എൻ്റെ സൗകര്യം കൂടുതൽ നോക്കിയിട്ടാണ് അവർ ഇതുപോലെ പറയുന്നത്. കാരണം ഞാൻ ജോലിക്ക് പോകുമല്ലേ, നമുക്ക് അവിടെ സീസണൊക്കെ ആയി കഴിഞ്ഞാൽ ലീവ് കിട്ടാൻ പാടാണല്ലോ. അപ്പം ഞാനിപ്പോൾ ES ലീവാണ് 1 വീക്ക് കൊണ്ട്. അപ്പോൾ അതറിഞ്ഞപ്പോൾ പിള്ളേർ പറഞ്ഞു എന്നാൽ പിന്നെ വീട്ടിലാണല്ലോ ഒരു ദിവസം കൂടാന്ന് പറഞ്ഞു. പക്ഷെ ഒരാളില്ല, ഒരാളങ്ങ് ഹസ്ബൻഡിന്റെ അവിടെ പോയി. അപ്പോൾ ബാക്കി 2 പേര് ഞാനേ ഉള്ളൂ. അപ്പം ഉള്ളവർ കൂടാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും ഐശ്വക്കുട്ടിയും കൂടി പോകാം കേട്ടോ. അപ്പോൾ എല്ലാവരും കാണിച്ചു തരാം അതിന്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ് ഡെസ്റ്റിനേഷനിൽ. സജന സജന, ഞാൻ വരുന്നത് അറിഞ്ഞിട്ട് ഇവള് വീടും പൂട്ടി പോയോന്ന് അറിയാൻ വയ്യല്ലോ. ഹലോ, അവിടെ ഇച്ചിരി ഉള്ളായിരുന്നു. നിങ്ങൾ നടന്നു നിനക്കുള്ളതല്ല, കൊച്ചിനുള്ളതാണ്. തിന്നു തീർക്കരുത് കേട്ടോ. ഹായ് ഹായ്, അറിയോ അവിടെ വന്നില്ലേ? നിങ്ങളെ കണ്ടില്ല. ആരും നീ മാത്രമല്ല, പല്ലിപ്പോഴും കൊച്ചു പിടിക്കാറുണ്ടോ? ഹായ്. തുടങ്ങി കേട്ടോ, എന്റെ കളിപ്പാട്ടങ്ങളെ പരിചയപ്പെടുത്താൻ തുടങ്ങി കേട്ടോ. ഹലോ, കൂട്ടത്തിലെ പ്രോ ഡ്രൈവർ എത്തിക്കഴിഞ്ഞു. ഹലോ, ഇവിടെ ഇതാര്? നിങ്ങളെന്തോടെ പറഞ്ഞിട്ടാണോ? ഒരു കാറ്റ് ഹുസൈനിക്ക് ഇരിക്കുന്നില്ലേ? നോക്കിയേ, ഞാനിപ്പോഴാ സജന നമുക്ക് എന്തോ വലിയൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. നമുക്ക് സർപ്രൈസ് എന്തോ നോക്കാം. നൗഫീനെ വല്ലാണ്ട് മിസ് ചെയ്ത് നൗഫി പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്ക് വന്നൂടായിരുന്നോ? അപ്പൊ നമ്മൾ എന്നാലും സജനയുടെ സർപ്രൈസ് ഒന്നും നോക്കിട്ട് വരാം. സജന, സർപ്രൈസ് അങ്ങനെ ഞങ്ങൾ കൊച്ചു വർത്തമാനമൊക്കെ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് കെസ്വയിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ചുങ്കത്തറയുള്ള കെസ്വ ഹോട്ടലിലാണ് പോയത്. അപ്പോൾ മന്തി കഴിക്കാനൊക്കെ പോയത്. ഞങ്ങളുടെ ഭാഗ്യവശാൽ മന്തി തീരാറായി. ഹാഫ് മന്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ഹാഫ് മന്തിയും ഫ്രൈഡ് റൈസും മേടിച്ച് 2 കൂടി മേടിച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ഫുഡൊക്കെ വന്നു. ഞങ്ങളതെല്ലാം വിശാലമായിട്ടിരുന്ന് കഴിച്ചു. പിള്ളേർക്കൊക്കെ പിന്നെ അറിയാമല്ലോ, പിള്ളേരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ തീറ്റിക്കാൻ പെടുന്ന പാട്. എല്ലാത്തിനും വാരി കൊടുത്ത് കുത്തിയിറക്കി എല്ലാം കഴിച്ച് ഫുഡൊക്കെ സൂപ്പറായിരുന്നു. നല്ല ഹോട്ടലാണ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ മിനി വെള്ളച്ചാട്ടത്തിലാണ് പോയത്. മിനി കുറ്റാലം, താന്നിമൂട് ഒരു മിനി കുറ്റാലമുണ്ട്. അങ്ങനെ അവിടെ പോയി. സജനക്ക് ഭയങ്കര നാണോ കേട്ടോ വീഡിയോയിലൊക്കെ വരാൻ. പിന്നെ നേരെ പിന്നെ വീട്ടിലോട്ട് തിരിച്ചു പോയി, ചായ കുടിച്ചു. എനിക്ക് പിന്നെ ഇറങ്ങണമായിരുന്നു 5 മണിയാകുമ്പോൾ. പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. പിന്നെ എനിക്ക് 5 മണിയാകുമ്പോൾ ഇറങ്ങണമായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ നേരത്തെ ഇറങ്ങി. 5 മണിയായപ്പോൾ അവളെന്നെ താഴെ റോഡ് വഴിയിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവളെന്നെ റോഡ് വഴിയിലോട്ടാക്കി. പിന്നെ ഞാൻ ബസ് കയറി വരിക ചെയ്തത്. എനിക്ക് നൈഷോട്ട് ഓടുന്ന വണ്ടി കയറാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി.